സിനിമകളെക്കാൾ ഏറെ ചിലപ്പോഴൊക്കെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കാറുണ്ടല്ലേ. ആ കഥാപാത്രങ്ങൾ കൊണ്ടാകും ആ സിനിമ ചിലപ്പോൾ നമ്മൾ ഓർത്തെടുക്കുക തന്നെ. അത് ആ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്ന പീക്ക് ലെവൽ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. IMDb അവരുടെ 2025 മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ സ്റ്റാർസ് ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഇത്തവണ ന്യൂ കമേഴ്സ് മുതൽ ബോളിവുഡിന്റെ ടോപ്പ് സ്റ്റാർസ് വരെ ഈ ലിസ്റ്റിലുണ്ട്. ആരൊക്കെയാണ് ദ ടോപ്പ് 10 മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ സ്റ്റാർസ് എന്ന് നോക്കിയാലോ. 10th പൊസിഷൻ കൊണ്ടുപോയിരിക്കുന്നത് കാന്താരയിലെ ടോപ്പ് നോച്ച് പെർഫോമൻസിലൂടെ ഋഷഭ് ഷെട്ടിയാണ്. ഇന്ത്യയിലുടനീളം ഒരു പ്രത്യേക ഫാൻ ബേസിന് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ആക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഡയറക്ടർ എന്ന നിലയിലും തന്റെ ജനപ്രീതി അദ്ദേഹം നിലനിർത്തി. 9th പൊസിഷനിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഏസ്, മദ്രാസി, കാന്താര തുടങ്ങിയ സിനിമകളുടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രുക്മിണി വസന്താണ്. കാന്താരയിലെ രുക്മിണിയുടെ കഥാപാത്രം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിക്കൊടുത്തു. ഈ ലിസ്റ്റിൽ 8ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ധഡക് 2-ലെ അഭിനയത്തിന് തൃപ്തി ദിമറിയാണ്. തന്റെ കഥാപാത്രങ്ങൾ കൊണ്ട് ഈ വർഷം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നടി കൂടിയാണ് തൃപ്തി. പ്രഭാസും സന്ദീപ് റെഡ്ഡി വാങ്ങിയും നിൽക്കുന്ന സ്പിരിറ്റിൽ ദീപിക പദുക്കോണിന് പകരം തൃപ്തി ദിമറിയാണെന്നുള്ള വാർത്ത വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിരുന്നു. 7th പൊസിഷനിൽ നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട, മലയാളികൾക്ക് മാത്രമല്ല ലോകത്തിന്റെ തന്നെ പല കോണിലും ചർച്ചയായ സൂപ്പർ ഗേൾ കല്യാണി പ്രിയദർശനാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമയെ വേറെ ഒരു ലെവലിലേക്ക് എത്തിച്ചെങ്കിൽ കല്യാണി പ്രിയദർശൻ എന്ന നായികയെ ദേശീയ തലത്തിലേക്ക് എത്തിച്ചു. ലോകം മാത്രമല്ല, ഓടും കുതിര ചാടും കുതിര എന്ന സിനിമകളിലെ പെർഫോമൻസിനാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. 6ാമത്തെ പൊസിഷനിൽ നാഷണൽ ക്രഷായ രശ്മിക മന്ദാനയാണ് 2025 പല കഥാപാത്രങ്ങളോട് ഞെട്ടിക്കുകയായിരുന്നു നമ്മളെ. ചാവ, സിക്കന്ദർ, കുബേര, തമ്മ, ദ ഗേൾ ഫ്രണ്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ആരാധക ശ്രദ്ധ പിടിച്ചു പറ്റിയത്. തനിക്ക് ലഭിച്ച എല്ലാ കഥാപാത്രത്തിനെയും മികച്ച രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് രശ്മിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല 2025 നിരവധി റൂമേഴ്സ് ആൻഡ് പേഴ്സണൽ ലൈഫൊക്കെ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിരുന്നു. വിജയ് ദേവരകൊണ്ടയും രശ്മികയും തമ്മിലുള്ള എൻഗേജ്മെന്റ് റിപ്പോർട്ടുകളും ചർച്ചയിൽ ഇടം പിടിച്ചിരുന്നു.